ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതികൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകും. ഈ മാസം 19 അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് കോടതി അറിയിച്ചു. പ്രതിഭാഗം അഭിഭാഷകനാണ് ഇക്കാര്യം കോടതി അറിയിച്ചത്. ഇവരുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ പ്രതികൾ ഹാജരാകുമെന്ന് തന്നെയാണ് പ്രതികളുടെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. ഈ മാസം 19 ഹാജരാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കോടതിയുമായി ബന്ധപ്പെട്ട കോടതിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. KP ഈ മാസം 19 ഹാജരാകും എന്നാണ് ഇപ്പോൾ ഒടുവിൽ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ പല ഘട്ടങ്ങളിലും പരിഗണിക്കുമ്പോൾ പോലും പ്രതികൾ ഹാജരാകുന്നതിനെ കുറിച്ച് വ്യക്തമാക്കിയിരുന്നില്ല. തുടർന്ന് അന്വേഷണ സംഘത്തിന് അന്വേഷണവുമായി മുന്നോട്ട് പോകാം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടർ നടപടികൾ സ്വീകരിക്കാം, മാത്രമല്ല അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിൽ തടസ്സങ്ങളില്ല എന്ന കാര്യം കോടതി വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല പ്രതിഭാഗത്തോട് സൂചിപ്പിച്ചിരുന്നത്, അതായത് ഹൈറിച്ച് MD പ്രതാപനോടും ഒപ്പം തന്നെ ഭാര്യ ശ്രീനയോടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത് എന്ന കാര്യം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അങ്ങനെ തുടർവാദങ്ങളിൽ ഉടനീളം തന്നെ കോടതി അന്വേഷണവുമായി സഹകരിക്കണമെന്നൊരു നിർദ്ദേശമാണ് ഈ പ്രതികൾക്ക് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അവർ ഹാജരാകാമെന്ന് അറിയിച്ചിട്ടുള്ളത്. ഹാജരാകാൻ 19-ാം തീയതി ഹാജരാകാൻ തയ്യാറാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ മുന്നിൽ ഹാജരാകാം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. വീണ്ടും ഒരു സമൻസ് നൽകില്ല. 2 തവണ സമൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈറിച്ച് ഉടമകൾക്ക് നൽകിയിരുന്നു. ഈ 2 തവണയും ആയില്ല. മാത്രമല്ല ഈ സമൻസ് കൃത്യമായി തന്നെ ഒളിവിലുള്ള പ്രതികളിലേക്ക് എത്തിയിട്ടുമുണ്ടായിരുന്നില്ല. എന്നാൽ 19 ഹാജരാകാമെന്ന് അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും സമൻസ് അയക്കാതെ തന്നെ 19 ഹാജരാകുമോ എന്ന കാര്യത്തിലായിരിക്കും വ്യക്തത വരുത്തുക. അതിനുശേഷം തുടർ നടപടികൾ, അതായത് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കാമെന്നാണ് ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. ഹാജരാകാതെ അല്ലെങ്കിൽ തുടർ നടപടികളുമായി അന്വേഷണവുമായി സഹകരിച്ചില്ല എങ്കിൽ ശക്തമായ നടപടിയിലേക്ക് തന്നെയായിരിക്കും കോടതി കടക്കുക. നിലവിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ ഈ പ്രതികൾ നടത്തിയതായി അന്വേഷണത്തിൽ പ്രാഥമികമായി തന്നെ കണ്ടെത്തിയിരുന്നു. 3000 കോടിയിലധികം രൂപയുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തി. 3000 കോടിയിലധികം രൂപയുടെ ഈ സാമ്പത്തിക തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായവർ, വിധേയരായവരൊക്കെയും പ്രത്യേകിച്ച് ഈ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഉള്ളവരാണ്. കേരളത്തിൽ നിന്നുള്ളവരുണ്ട്, കർണാടക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ നിന്നുണ്ട്. പക്ഷേ ആരും അധികവും പരാതിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരാൻ തയ്യാറാകാത്തതിലും ചില ദുരൂഹതകളുണ്ട് അല്ലേ? കാരണം അവരുടെയൊക്കെയും ഒരു കള്ളപ്പണമാണ് ഈ ഒരു ഹൈറിച്ചിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ നടത്തിയവരാണ് ഈ ഒരു പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? KP തീർച്ചയായും. അതായത് കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്ത് കർണാടകയിലും ഒപ്പം തന്നെ തമിഴ്നാട്ടിലും അടക്കമുള്ള നിരവധി നിക്ഷേപകർ ഇവിടെ പണം നിക്ഷേപിച്ചിട്ടുണ്ട്. കേരളത്തിലുള്ള നിക്ഷേപകരടക്കം വൻകിട നിക്ഷേപകർ, അതായത് വൻ തുകകൾ നിക്ഷേപിച്ച നിരവധി ആളുകളുണ്ട്. അത് 50 ലക്ഷം മുതൽ 1 കോടിയിലധികം രൂപ പല ഘട്ടങ്ങളിലായി ഹൈറിച്ചിൽ നിക്ഷേപിച്ച ആളുകളുണ്ട്. ഇവരെല്ലാം തന്നെ വലിയ പലിശ പ്രതീക്ഷിച്ചുകൊണ്ടും വൻ സാമ്പത്തിക ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടുമാണ് പണം നിക്ഷേപിച്ചത്. എന്നാൽ പരാതി നൽകുന്നതിന് വേണ്ടി ഈ ഒരു സാമ്പത്തിക തട്ടിപ്പ് പുറത്തു വന്നതിന് ശേഷം പരാതി നൽകുന്നതിന് വേണ്ടി ഇവരാരും തന്നെ തയ്യാറായിരുന്നില്ല. ഇവര് കൃത്യമായി ഇത്തരത്തിൽ സഹകരിക്കാതിരുന്നതിന് ഒരു കാരണം എന്ന് പറയുന്നത്, അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങളുടെ സാമ്പത്തിക സ്രോതസ് വെളിപ്പെടുത്തേണ്ടി വരും, ആ സാമ്പത്തിക ഇടപാടുകൾ വെളിപ്പെടുത്തേണ്ടി വരും എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അന്വേഷണവുമായി സഹകരിക്കാതിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ അന്വേഷണവുമായി സഹകരിക്കാത്ത, അല്ലെങ്കിൽ ED പലവട്ടം സമൻസ് നൽകിയിട്ടും ഈ അന്വേഷണത്തിന്റെ ഭാഗമായ വിവരങ്ങൾ ചോദിച്ചറിയാൻ വിളിപ്പിച്ചിട്ടും ഹാജരാകാത്ത ആളുകളോട് ഒരിക്കൽ കൂടി സമൻസ് നൽകാൻ ഈ ആഴ്ച വീണ്ടും ചോദ്യം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലരും കണക്കിൽപ്പെടാത്ത പണമാണ് ഹൈറിച്ചിൽ നിക്ഷേപിച്ചിട്ടുള്ള ആളുകൾ, 50 ലക്ഷത്തിന് മുകളിൽ നിക്ഷേപിച്ച ആളുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ കൂടുതൽ വ്യക്തത വരും. ഈ ഹൈറിച്ച് MD പ്രതാപനെയും ഒപ്പം തന്നെ ശ്രീനിയെയും ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഇക്കാര്യങ്ങളിലെല്ലാം കൂടുതൽ വ്യക്തത വരുമെന്ന് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുതുന്നത്. ആരെല്ലാമാണ് ഈ സാമ്പത്തിക ഇടപാടിൽ കൂടുതൽ പങ്കാളികളായിട്ടുള്ളത്, ആരുടെയെല്ലാം സഹായമാണ് പ്രതികൾക്ക് ലഭിച്ചിട്ടുള്ളത് എന്നിവയിലെല്ലാം തന്നെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയും അതനുസരിച്ച് അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യും. തട്ടിപ്പ് കേസിലെ പ്രതികൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ ഹാജരാകും. ഈ മാസം 19 അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട്. പ്രതിഭാഗം അഭിഭാഷകനാണ് ഇക്കാര്യം കോടതി അറിയിച്ചത്. വിവരങ്ങളാണ് ജിജീഷ് കരുണാകരൻ നൽകിയത്.